ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ ഫാഷൻ ഡിസൈനിങ്ങിൽ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ഗിഫ്റ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ഋതികയും ഗിഫ്റ്റും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജുവിനെ അവിടെ വെച്ച് കാണുവാണ്. രാജുവും ഋതികയും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ ഋതു ഹാപ്പിയല്ലേ? അതേ രാജു, ഞാൻ ഹാപ്പിയാണ്. രാജു, ഈ ഓണം എന്നും എനിക്ക് ഓർമ്മിക്കാനുള്ളതാ. എൻ്റെ എല്ലാവിധമായ ഓണാശംസകളും രാജുവിന് നേരുന്നു. അതുപോലെ തന്നെ ഞാനും എൻ്റെ ഋതുവിന്. പക്ഷേ രാജു, നമ്മൾ രണ്ടുപേരും ഇപ്പോഴും അകലങ്ങളിലാണല്ലോ. ആ ഒരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ഋതു ശരീരം കുറച്ച് അകലെയാണെങ്കിലും മനസ്സരികിൽ തന്നെയല്ലേ. പിന്നെ ഋതു, വീട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഋതു ഇനി പൊയ്ക്കോ. അവൻ്റെ പ്രാണനായ ഋതിക എങ്ങനെ നടന്നു പോകുന്നോ നോക്കി രാജു അങ്ങനെ നോക്കി നിൽക്കുക. ഋതുവിനെ അരികിൽ കണ്ടതും അവിടെ മനസ്സിൽ രാജുവിനുള്ള സ്ഥാനം മനസ്സിലാക്കിയിട്ട് രാജു 1000 പൂമഴ മനസ്സിൽ പെയ്ത ആ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ ഋതുവിനെ തന്നെ നോക്കി നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ദാണ്ട് പൂമുഖത്ത് ദുഃഖ കഥാപാത്രമായിട്ട് പ്രതാപനും അതിന് ചുക്കാൻ പിടിച്ച പോലെ അംബികയും നമ്മുടെ യാമിനിയും ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് രാധമ്മ ടെറസിൽ കയറിയുന്നുണ്ട്. പ്രതാപന്റെ വീട്ടിലോട്ട് നോക്കുക. പ്രതാപനും അംബികയും യാമിനിയൊക്കെ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്ന കണ്ടിട്ട് രാധമ്മ അഹങ്കാരത്തോടെ ചിരിക്കുക. അപ്പോൾ പ്രിയ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ അമ്മേ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത്? എൻ്റെ മോളെ, നീ ഇങ്ങോട്ട് വന്നത് നോക്കിയേ. കണ്ണിലെ ഇളനീർക്കുഴമ്പ് എഴുതിയാലും ഇത്രയും സുഖം കിട്ടില്ല. അത്രയ്ക്ക് സുഖമായ കാഴ്ച കാണാൻ നീ ഒന്ന് നോക്കിക്കേ. ഓ, ആ ദാരിദ്ര്യവിലാസത്തിലെ കാഴ്ചയാണോ അമ്മേ? എൻ്റെ പ്രിയേ, ഇതിനേക്കാൾ ദാരിദ്ര്യത്തിലല്ലേ നീ കഴിഞ്ഞുകൊണ്ടിരുന്നത്? എൻ്റെ രാധമ്മേ, ഇത്രയധികം അഹങ്കാരം പാടില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകൾ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അതാണല്ലോ ഇവിടെ നടന്നത്. രാധമ്മയെ അന്തഃപുരത്തിൽ എത്തിച്ചു. അന്തഃപുരത്തിലിരുന്ന പ്രതാപനെ ദാണ്ട ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലും എത്തിച്ചു. അമ്മയും മകളും അഹങ്കാരത്തോടെ ചിരിച്ചോണ്ട് പറ, ദയനീയ ഭവനത്തിലെ കാഴ്ച. അമ്മേ, ആ ഔട്ട് ഹൗസ് നമ്മുടേതല്ലേ? അങ്ങോട്ട് ചെന്ന് എല്ലാത്തിനും നല്ല 2 അടി കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടാലോ? മോള് പറഞ്ഞത് ശരിയാ. എൻ്റെ മോനോട് കാണിച്ച ദുഷ്ടത്തരത്തിന് അതൊക്കെ ചെയ്യാനാ എനിക്ക് തോന്നുന്നത്. പക്ഷെ വേണ്ട മോളെ, മനസ്സ് സമ്മതിക്കുന്നില്ല. അവര് കാണിച്ച ക്രൂരതയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമ്മളും അവരെ പോലായ പറ്റില്ലല്ലോ. അംബികക്കള്ളി അവിടെയുണ്ട് പുരാണം പറയാൻ. എൻ്റെ പൊന്നു മാവേലി അങ്ങ് വലിയ ദാനശീലനായതുകൊണ്ടാണല്ലോ 3 അടി മണ്ണ് ചോദിച്ചു വന്ന് ആ വാമനൻ അങ്ങേ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തിയത്. ഞങ്ങളെയും ചില വാമനന്മാര് പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തി വിട്ടിരിക്കുക. ഒന്ന് വന്ന് രക്ഷിക്കണേ എൻ്റെ മാവേലി. എടി, ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടി? കുലം മുടിക്കാൻ പിറന്നവളെ, നീ അല്ലേടി ആ വീട് ഇത്രയും നശിപ്പിച്ച് ഈ പ്രതാപനെ നാണം കെടുത്തിയൊരു മൂലയിൽ ഇരുത്തിയിരിക്കുന്നത്? നീ ഇതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ, എത്ര പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയതാ പ്രതാപനെ ഒരു മൂലയ്ക്ക് ഇരുത്താൻ വേണ്ടി. ഇപ്പം നിന്റെ ആഗ്രഹം സാധിച്ചല്ലോ. പ്രതാപൻ നാണവും മാനവും കെട്ട്, പ്രതാപവും അന്തസ്സും അഭിമാനവും എല്ലാം വിട്ട് നാണം കെട്ട് കുനിഞ്ഞു തണ്ടൊരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട് നീ സന്തോഷിക്കുവാണെന്ന് എനിക്കറിയാം. സന്തോഷിക്കടി. ഈ അഭിനയം ഇനിയെങ്കിലും നീ അങ്ങ് നിർത്ത്. സങ്കടം സഹിക്കാൻ വയ്യാതെ തലകുനിഞ്ഞിരിക്കുന്ന പ്രതാപനെ ഇനിയും ഒന്ന് വിഷമിപ്പിക്കണമല്ലോ. അവൾ വീണ്ടും പറയാം, പണ്ടേ തറവാടിൻ്റെ മുറ്റത്ത് ചിങ്ങം പിറന്നാൽ ഉടനെ ഒരു ഊഞ്ഞാല് കെട്ടും. പിന്നെ ഓണവുമായി, അത്തം പിറന്നാൽ പിന്നെ പൂക്കള വിടുന്ന തിരക്കുമായി. പൂക്കളം ഒരുക്കാനോ പൂക്കൂടയായിട്ട് പിന്നെ ഒരൊറ്റ പോക്ക. പിന്നെ തൃക്കേട്ട, മൂലം, പൂരാടം, അത് കഴിഞ്ഞ് വറക്കലും പൊരിക്കലും ഉത്തിരാട പാച്ചിലും. ഇപ്പൊ വറക്കലുമില്ല, പൊരിക്കലുമില്ല, എല്ലാം സ്വാഹ. അല്പം വിവരവും വിവേകവും ഉള്ളത് കൊണ്ട് യാമിനി പെട്ടെന്ന്, ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ. കാരണം പ്രതാപനെയുള്ള 1000 മുനമുള്ള കുന്തം കൊണ്ട് കുത്തുവാണെന്ന് യാമിനിക്ക് മനസ്സിലായി. അംബിക വലിയ കാര്യത്തെ യാമിനിയുടെ അടുത്തിട്ട് വന്നിട്ട് ചോദിക്കുന്നത്, എന്താ യാമിനി? അതെ, പുറകിൽ ഒരു കെട്ട് കയർ കിടക്കുന്ന, ഞാൻ എടുത്തു തരാം. നിങ്ങളൊന്ന് പോയി കെട്ടിത്തൂങ്ങി ചാകാവോ? അംബിക ദേഷ്യത്തോടെ എടീ എന്നും പറഞ്ഞ് കൈനീട്ടി വരുമ്പോ യാമിനി, തൊട്ട് പോകരുത് നീ എന്നെ. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുവാ ഞാൻ എന്തെങ്കിലും നിങ്ങളെ ചെയ്തു പോവും. ആ പ്രതാപേട്ടൻ ആകെ തകർന്നവിടെ ഇരിക്കുക. ഏട്ടൻ്റെ അടുത്തിരുന്ന അവിടെ ഒരു തോറ്റം പാട്ട്. അന്യ കുടുംബത്തിൽ നിന്ന് വന്നതാണ് യാമിനി. എന്നിട്ടും ആ യാമിനിക്ക് പ്രതാപനോട് അത്രയും സ്നേഹം. കൂടെ പിറന്ന ഇവൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളും നിങ്ങളുടെ മകനും നിങ്ങളുടെ മരുമകളും കൂടി ചേർന്ന് തകർത്തെറിഞ്ഞതായി കുടുംബം. ആ ഋതിയമ്മയുടെ കുടുംബജീവിതവും നിങ്ങൾ തകർത്ത്. എടീ, കുറച്ച് ദാരിദ്ര്യം വന്നിട്ടേ ഉള്ളു. അംബികാവർമ്മയെ എന്നും അംബികാവർമ്മ തന്നെ. അതേടി കള്ളി, ആ ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ച നീയാണെന്ന് അവരെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു.
ഞാൻ അംബികവർമ്മ തന്നെയാണെന്നുള്ള കാര്യം നീ മറക്കരുത് എന്ന് ദേഷ്യത്തോടെ യാമിനിയോട് പറഞ്ഞിട്ട് അവളങ്ങ് പോവുക. യാമിനി, നീ എന്തിനാ കൂടുതൽ ഇവൾക്ക് മര്യാദ കൊടുക്കുന്നത്? ഇവിടെ ചെവക്കുറ്റി അടിച്ച് പറിക്കണ്ടേ? നിന്റെ ഭർത്താവും ഹൃതിയെ വേല ചെയ്തുകൊണ്ട് വരുന്നോണ്ടല്ലേ ഇവള് കഴിക്കുന്നത്? യാമിനി സങ്കടത്തോടെ ദൈവത്തെ വിളിക്കുക. എന്റെ ദൈവമേ, കഴിഞ്ഞ ദിവസം പോലും കാറ്റും മഴയും പ്രളയവും ഒക്കെ വന്നല്ലോ, എന്നിട്ട് ഈ നാശത്തിന് എന്താന്ന് ഒഴുക്കി കളയാഞ്ഞത്? രാധമ്മയ്ക്കും പ്രിയയ്ക്കും വലിയ സന്തോഷം പ്രതാപൻ അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട്. പ്രിയ പറയാം, നോക്കിക്കാമേ, ഒടുങ്ങി മടങ്ങി പഴംതുണിയിരിക്കുന്ന പോലെ പ്രതാപൻ ഇരിക്കുന്ന ഇരിപ്പ്. ഒരു പ്രതാപ ശർമ്മ സാറ്. എൻ്റെ മോളെ, പണ്ടൊക്കെ ഇയാളെ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ നോമ്പ് നോക്കണമായിരുന്നു. എന്നാ മുടിഞ്ഞ ജാടയായിരുന്നെന്നറിയാവോ? ഒരു വാക്ക് മൊഴിയണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കുമായിരുന്നു. കണ്ടോടി മോളെ, കസേരയിലിപ്പോൾ ഒരു തേരട്ട പോലെ കിടക്കുക. രാധമ്മ, ഇത്രയ്ക്ക് വേണോ? പണ്ട് രുക്മിണി വീടിടിച്ച് പൊളിച്ച് നിന്നെയൊക്കെ വെളിയിൽ ഇറക്കാൻ പോയപ്പോഴേ ആ പ്രതാപവർമ്മയെ ഉള്ളായിരുന്നു നിനക്കൊക്കെ ആ വീട് വാങ്ങിച്ചെന്ന് അങ്ങോട്ട് കയറ്റിയത്. ഇല്ലെങ്കിൽ ഇതിനേക്കാളും നടുത്തെരുവ് നീയൊക്കെ നിന്നാനെ. ഈ അമ്മയുടെ അമ്മയുടെ അഹങ്കാരം കണ്ടിട്ട് വേണുവേട്ടൻ ശ്രീലക്ഷ്മിയോട് പറയാം, അടുത്ത വീട്ടിലെ ദാരിദ്ര്യം കണ്ടേ അഹങ്കരിക്കുവാ അതിൻ്റെ അമ്മയും മോളും. ഈ രാധമ്മയെ ഇത്രയധികം വഷളാക്കിയത് എൻ്റെ മൂത്ത മകളെ പ്രിയ ഒറ്റ ഒരുത്തിയാ. നീ വാടി മോളെ, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് വേണുവേട്ടൻ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നു, എന്താ രാധമ്മ മുതലാളിച്ചിയും പ്രിയ മുതലാളിച്ചിയും ഒരു കളിത്തമാശ? എന്താച്ചാ, അച്ഛൻ എന്താ കളിയാക്കുവാണ്? ഉടനെ രാധമ്മ, നിന്റെ അച്ഛൻ ഈയിടെ ഇച്ചിരി കളിയാക്കൽ കൂടുതലാ. ശ്രീലക്ഷ്മി പറയും, അച്ഛാ അങ്ങോട്ട് നോക്കിക്കേ, ഇവര് കളിയാക്കി ചിരിച്ചതേ അവരെ കണ്ടിട്ടാ, പ്രതാപനെ കാണിച്ചോണ്ടാണ് പറയുന്നത്. ഓ അതാണോ? അടുത്ത വീട്ടിലെ കഞ്ഞിക്കലം വരണ്ട് കിടക്കുന്ന കണ്ട് സന്തോഷിക്കുന്നവര് മനസ്സിനെ കുഷ്ഠരോഗം പിടിച്ചവരാ. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ അഹങ്കാരി രാധമ്മ, അതെ, ഞങ്ങളുടെ മനസ്സിനല്പം കുഷ്ഠരോഗമൊക്കെ ഉണ്ട്. എടി, നീയൊക്കെ പിന്നെ എന്തിനാണ് ഈ ദൈവത്തെ വിളിക്കുന്നത്? ശ്രീലക്ഷ്മി പറയാം, നീ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്നാ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഉടനെ ആ വിവരദോഷി പ്രിയ പറയാം, യേശുക്രിസ്തുവിനൊക്കെ അങ്ങനെ പറയാം. അതെ, യേശുക്രിസ്തുവിന്റെ അയൽക്കാരൊക്കെ നല്ല തങ്കപ്പെട്ടവരായിരുന്നു. എടി ശ്രീലക്ഷ്മി മോളെ, ഇവള് പറഞ്ഞത് ശരിയാ. ഇവളായിരുന്നല്ലോ യേശുവിന്റെ 13ാമത്തെ ശിഷ്യായിരുന്നു പ്രിയ മെറോണിക്ക. അതുകൊണ്ടാണ് ഇവൾ ഇത്ര കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും സങ്കടവും കണ്ട് അലിയാത്ത മനസ്സും വെച്ച് എന്തിനാടി നീയൊക്കെ ദൈവത്തിന്റെ അടുത്ത് പോകുന്നത്? പട്ടിണി കിടന്ന ചത്തവന്റെ 16 അടിയന്തരത്തിന് 26 കൂട്ടം കറികളും 4 കൂട്ടം പ്രഥമനും ഒഴിച്ച് മക്കളെ സദ്യ കൊടുക്കുന്ന കാലവ. അപ്പോഴും ഓർക്കണം, തന്ത പട്ടിണി കിടന്നാ ചത്തത്. എന്നാൽ ആ കാര്യം എല്ലാരും വിട്ടുകളയും. എന്റെ വേണുവേട്ട, ഈ വിവരവും വിവേകമില്ലാത്ത ഈ അമ്മയോടും മോളോടും ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രതാപന്റെ ഔട്ടോസിന്റെ മുന്നിൽ ഋതികേര ഓട്ടോയിൽ വന്ന് ഇറങ്ങുക. ഉടനെ പ്രിയ, അമ്മയെ അങ്ങോട്ട് നോക്കിക്കേ. ഋതികയാണെങ്കിൽ സന്തോഷത്തോടെ ചെറിയമ്മേ എന്നിങ്ങനെ നീട്ടി വിളിക്കുക. യാമിനി ഇറങ്ങി ഓടി വരുന്നുണ്ട്. ഋതികയുടെ കൈ നിറയെ ബാഗുകളും സാധനങ്ങളും എല്ലാം കണ്ട് രാധമ്മയും പ്രിയ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. വേണുവേട്ടനും ശ്രീലക്ഷ്മിക്ക് നല്ല സന്തോഷം. ഋതിക വീണ്ടും വീണ്ടും തന്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഓരോ പൊതിക്കെട്ടുകൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അംബിക ഇങ്ങനെ നോക്കുക, എന്തോ വലിയ കോൾ ഒത്തിട്ടുണ്ടല്ലോ, ഇത് അടിച്ചു മാറ്റാന്നുള്ള ചിന്തയായിരിക്കും. ഋതിക പെട്ടെന്ന് തന്റെ പ്രതാപൻ ഓണക്കോടി എടുത്ത് നീട്ടുക. അച്ഛാ, ഇത് ഓണക്കോടിയാ. എന്നിട്ട് അംബികയ്ക്കും കൊടുക്കുന്ന ഓണക്കോടി. ചെറിയമ്മേ, ഇത് ചെറിയമ്മയ്ക്കും ചെറിയച്ഛനുമുള്ള ഓണക്കോടിയാ. രാധമ്മ കടന്ന് തിളയ്ക്കുക ദേഷ്യം കൊണ്ട്. അത് ശരി, ഇതൊക്കെ എവിടുന്നാ വന്നതെന്ന് എനിക്കൊന്ന് അന്വേഷിക്കണമല്ലോ. നീ ഇങ്ങോട്ടൊന്ന് വന്നേടി പ്രിയയും വിളിച്ചോണ്ട് അവിടുന്ന് പോന്ന്. വേണുവേട്ടനാണെ സന്തോഷത്തെ ദൈവത്തെ വിളിക്കുന്നത്. ദൈവമേ, നീ എത്ര വലിയവനാ. അമ്മയും മകളും കണ്ട് അകത്ത സോഫയെ വന്നിരുന്നുണ്ട് എരിയുക. വേണുവേട്ടൻ വന്നിട്ട് മനസ്സിൽ പറഞ്ഞു, അയലത്തെ വീട്ടിൽ തീ പുകയുന്നതിൻ്റെ അസ്വസ്ഥതയാണ് അമ്മയ്ക്കും മോക്കും. എൻ്റെ ദൈവമേ, ആരോടും ഒരു പകയും മനസ്സിൽ സൂക്ഷിക്കാത്ത വളരെ നല്ലവളായിരുന്നു എൻ്റെ ഭാര്യ. ഇവൾ എന്താ ഭഗവാനെ എങ്ങനെയായി മാറിപ്പോയത്? പ്രിയ പറയാം, അമ്മേ, രാജു മനഃപൂർവ്വം കൊടുത്ത സമ്മാനങ്ങളായിരിക്കും ഇതൊക്കെ. അങ്ങനെ ആകാനാണ് ഈ പ്രിയ സാധ്യത. അല്ലെങ്കിൽ തന്നെ ഇത്രയധികം സാധനങ്ങൾ ഇവൾക്ക് ആര് കൊടുക്കാന്? അവൻ ഇനി രഹസ്യമായി അവളെയോ അവളുടെ വീട്ടുകാരെയും സഹായിക്കുന്നുണ്ടോ അമ്മേ? അതൊക്കെ ആർക്കറിയാവടി അമ്മേ. അതെന്തായാലും അവൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ചോദിക്കണം. അതേടി പ്രിയെ, ചോദിക്കാൻ തന്നെയാ ഞാനിവിടെ ഇരിക്കുന്നത്. അതേ, പോയി ചോദിക്കടി, ഉടനെ നിനക്ക് കിട്ടും മറുപടി. വേണുവേട്ടൻ അങ്ങോട്ട് വന്നൊരു കളിയാക്ക്. എന്താ അസൂയയും കുത്തിത്തിരിപ്പും ഒട്ടും തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത എൻ്റെ പൊന്നുമോളും തമ്മിൽ എന്താ ഒരു രഹസ്യ ചർച്ച? അതെന്താച്ചാ അച്ഛൻ അങ്ങനെ ഒരു ചോദ്യം? അച്ഛൻ്റെ പഴയ രാജകുമാരിയെ അവിടെ വീട്ടോട്ട് കുറെ കിറ്റുകളും ഒക്കെ ആയിട്ട് കയറിപ്പോന്ന അച്ഛനും കണ്ടതല്ലേ? അതെന്തായാലും നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണല്ലോ. അപ്പോൾ നീ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു? അവിടെ ഇന്ന് ഓണാഘോഷമായിരുന്നു. അവിടെ പലവിധ മത്സരങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കിട്ടിയതായിരിക്കും. എന്നാലും അത്രയധികം സാധനമൊന്നും അവിടെ നിന്ന് കിട്ടാൻ ഒരു സാധ്യതയില്ല. എന്താടി പ്രിയ നീ പറഞ്ഞത്? ആ കൊച്ചുവിനെ കട്ടോണ്ട് വന്നെന്നാണോ നീ പറഞ്ഞത്? നീയേ കുറച്ചു നേരം പുറത്തോട്ട് ഇറങ്ങി നിൽക്ക്. നല്ല ഓണക്കാറ്റ് കിട്ടുമ്പോഴേ നിന്റെ മനസ്സിൽ നിന്ന് കുറച്ച് കുശുമ്പങ്ങ് അകന്നു പോകും. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അത്ര പന്തികേടല്ലെന്ന് മനസ്സിലാക്കി രാജു മൈൻഡ് ചെയ്യാതെ മുകളിലോട്ട് പോകാൻ പോകുമ്പോൾ രാധമ്മ, എടാ നീ അവിടെ നിന്ന് നിന്നേ.
എന്താ അമ്മേ, അപ്പുറത്തെ ഋതികയെ കുറെ സാധനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കയറിപ്പോന്ന കണ്ടല്ലോ. അവൾക്ക് ഇത്രയധികം സാധനങ്ങൾ മേടിക്കാനേ അവൾക്ക് കാശ് എവിടെ നിന്ന് കിട്ടി? അമ്മേ, അതൊന്നും ഞാൻ കൊടുത്തതല്ല. കമ്പനിയിലെ ഇന്ന് കുറേ മത്സരങ്ങളുണ്ടായിരുന്നു. വിജയിച്ചവർക്ക് ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു. അവൾ അതിലൊക്കെ പങ്കെടുത്തും കാണും, ജയിച്ചു കാണും. ആ സമ്മാനങ്ങളൊക്കെ കൊടുത്ത ആ രോഷിണിയാണ്. നിങ്ങൾ പോയി അവളോട് പോയി ചോദിക്കേ, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നാ പറഞ്ഞിട്ട് രാജു അങ്ങ് മുകളിലോട്ട് കയറിപ്പോയി. വേണുവേട്ടന് ചിരി അടക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നൊരു പാട്ട്, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളവുമില്ല പൊളിവചനം. അങ്ങനെ നമ്മുടെ വേണുവേട്ടൻ പാട്ടൊക്കെ പാടി ഒന്നും അറിയാത്ത ആളിനെ പോലെ അങ്ങ് പോവുകയാണ്. രാജുവിൻ്റെ ആ പറച്ചിലും വേണുവേട്ടൻ്റെ ആ പാട്ടിലും ഒക്കെ രാധമ്മയ്ക്ക് ശരിക്കും മനസ്സിലാകുന്നു ഇതിലെന്തൊക്കെയോ തരികിട പരിപാടി ഉണ്ടെന്ന്. രാധമ്മ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ എല്ലാവരും രാവിലെ ഓണപ്പുടവയൊക്കെ കൊടുത്ത് ഋതികയും യാമിനിയും കൂടെ അത്തപ്പൂക്കളമൊക്കെ ഇടുന്നുണ്ട്. എല്ലാം നോക്കിക്കൊണ്ട് അംബിക അവിടെ നിൽക്കുന്നു. ദാണ്ട പുതുവസ്ത്രം അണിഞ്ഞ് പ്രതാപനും ശേഖരനും അങ്ങോട്ട് വരുന്നു. ആ പൂക്കളം കണ്ടിട്ട് പ്രതാപൻ പറഞ്ഞു, മോളെ വളരെ മനോഹരമായിട്ടുണ്ട്. ഞാനിത് ഒറ്റയ്ക്കല്ല ചെയ്തത്, ചെറിയമ്മയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ പ്രതാപേട്ട, ഞാൻ മോളെ സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ദാണ്ട ഈ കളത്തിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. ഉടനെ അലങ്കോലം പിടിച്ചവള് പറയുക, അല്ലെങ്കിൽ ഈ ഋതിയെ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്താലും അത് വിജയിക്കത്തില്ല. ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂട്ടിന് വേണം. ശേഖരനാണെങ്കിൽ അവിടെ തലമണ്ട അടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പ്രതാപനടുത്ത് നിൽക്കുന്നല്ലോ. എന്നാൽ ഇവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ശേഖരൻ പറയാം, എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? കിട്ടിയ അവസരം വെച്ച് കൊച്ചിനെ നിങ്ങൾ കുത്തല്ലേ? അച്ചോടാ, പെങ്ങളെ പറഞ്ഞ പ്രതാപന് സഹിക്കുവോ? ശേഖര വേണ്ട, ഓണത്തിന്റെ ശോഭ കളയല്ലേ. അവളവിടെ നിൽക്കുന്നിടത്തോളം ആ വീടിന് ശോഭയില്ലടാ പ്രതാപ. ദുരിതപ്പെയ്ത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഓണം, അതിനൊരു സമാധാനമുണ്ട്, അത് കളയരുത്. സോറി ഏട്ടാ. എന്നിട്ടും ആ അംബിക കുറ്റം പറഞ്ഞോന്ന് നോക്കിയ പ്രതാപൻ. എന്തിനാ ചേച്ചി അവളെ അങ്ങനെ പറഞ്ഞെന്ന്? എല്ലാം നാറിപ്പുഴുത്ത് കുനിഞ്ഞു കുത്തിയിരിക്കുമായിരുന്നു. അവൾ ഡ്രസ്സും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്നുകൊണ്ടാ എല്ലാം അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ടും ആ പ്രതാപൻ മകളെ ന്യായീകരിക്കുന്നുണ്ടോന്ന് നോക്കിയേ. പ്രതാപ മോനെ, ഈ ശേഖരനെ പണ്ടേ എന്നോട് ചേച്ചിയാന്നുള്ളൊരു ബഹുമാനമില്ല. യാമിനി അവിടെ ഉണ്ട് പുറൂർക്ക. പിന്നെ ബഹുമാനിക്കാൻ പറ്റിയ ഒരു മുതല്. അയ്യോ പോട്ടെ ചേച്ചി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ വെറുതെ പിണങ്ങല്ലേ. അയ്യോ, പെങ്ങള് പിണങ്ങിയാലോ പെങ്ങള് വേദനിച്ചാലോ പ്രതാപന് സഹിക്കില്ല. ഈ സമയം അപ്പുറത്ത് രാജുവിൻ്റെ വീട്ടിലും പൂക്കളം ഇടുവാണ്. എല്ലാവരും ഉണ്ട്. വേണുവേട്ടനും രാജുവും ശ്രീലക്ഷ്മിയും പ്രിയയും രാധമ്മയും അവിടുത്തെ സർവൻസും എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പുറത്തെ വീട്ടിൽ ഋതിക യാമിനി ഊഞ്ഞാലാടിക്കുന്നു. ഇപ്പുറത്തെ വീട്ടിൽ തന്നെ രാധമ്മ രാജു ഊഞ്ഞാലാടിക്കാൻ ശ്രമിക്കുക. അയ്യോ വേണ്ട മോനെ, എനിക്ക് പേടിയാ. വേണുവേട്ടൻ ചോദിക്കുന്നു, എടി മക്കൾ 3 പേരും ബോഡി ഗാർഡായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നീ എന്തിനാണ് ഈ രാധമ്മയെ പേടിക്കുന്നത്? അമ്മയോട് അനങ്ങാതിരുന്നാൽ മതി, ഞങ്ങൾ പതുക്കെ ആട്ടിക്കോളാം. ഉടനെ രാധമ്മ, എൻ്റെ മോനെൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അമ്മേ, അല്ലെങ്കിലും ഞങ്ങൾക്കറിയാം പെമ്മക്കൾക്ക് ഇവിടെ യാതൊരു വിലയില്ലെന്ന്. ഞങ്ങൾ വെറും വാഴകളല്ലേ, ഒരു ഏത്തവാഴയും ഒരു പാളയം കോടനും എന്ന് പ്രിയ പറയുന്നു. സത്യസന്ധനായ നമ്മുടെ വേണുവേട്ടൻ പറഞ്ഞു, എടി മാതാപിതാക്കൾക്ക് അങ്ങനെ പക്ഷാഭേദമൊന്നും മക്കളോടില്ല, അതൊക്കെ നിന്റെ വെറും ഒരു തോന്നല. അങ്ങനെ രാധമ്മയെ മക്കളെല്ലാവരും ചേർന്ന് ഊഞ്ഞാലാട്ടുവാണ്. അച്ഛാ, സത്യം പറഞ്ഞാലേ മാവേലി ഭരിച്ചിരുന്ന കാലം എത്ര നല്ലതായിരുന്നു, രാജു ചോദിക്കുക. എടാ മോനെ, നീ പറഞ്ഞത് ശരിയാ. അങ്ങനെ ഒരു നല്ല ഭരണമൊന്നും പിന്നെ ഈ നാട്ടിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഭരണം കണ്ടപ്പോൾ ഏതോ സാഹിത്യകാരന്റെ ഭാവനയിൽ വിരിഞ്ഞതല്ലേ ഇപ്പൊ കാണുന്ന ഈ ഓണം. മാവേലി നാടു വാണിടും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും എന്നും പറഞ്ഞ് വേണുവേട്ടനും പാടിക്കൊണ്ട് ഊഞ്ഞാലാടുവാണ്. അങ്ങനെ നമ്മുടെ രാജുവും ശ്രീലക്ഷ്മിയും പ്രിയെല്ലാം സന്തോഷത്തോടെ ഊഞ്ഞാലാടി. ഇനി അടുത്തതായിട്ട് ഓണസദ്യയാണ്. ഋതികയുടെ വീട്ടിൽ ഓണസദ്യ. എല്ലാവരും താഴെ ഇങ്ങനെ നിരന്നിരുന്നോണ്ട് വാഴയിലയിൽ സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി വെച്ച് ഋതിക ആദ്യം അവിടെ അച്ഛൻ്റെ വായിലോട്ട് ഇങ്ങനെ ഓണസദ്യ ഊട്ടുവാണ്. പ്രതാപനും തിരിച്ച് മകൾക്ക് സദ്യ ഊട്ടുന്നുണ്ട്. ഇത് വളരെ സന്തോഷത്തോടെ ശേഖരനെയും യാമിനിയും കാണുന്നുണ്ട്. ഇനി ഇവിടെ രാജുവിൻ്റെ വീട്ടിലെ ഓണസദ്യ. എല്ലാവരും ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുവാണ്. സർവൻസ് വാഴയിലയിൽ അവർക്കിങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പുവാണ്. അടുത്തതായിട്ട് താണ്ട രാജുവിൻ്റെ വീട്ടിൽ മാവേലിയും വന്നു, പുലിക്കളിയും വന്നു. അങ്ങനെ ചെണ്ടമേളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിപാടിയാകെ കൊഴുപ്പിക്കുവാണ്. പുലി കടന്ന് തുള്ളുന്നു, പുലിയെ വെടിവെക്കാൻ വേട്ടക്കാരൻ തുള്ളുന്നു. താണ്ട അതിനെ ഒപ്പിച്ച് താണ്ട വേണുവേട്ടനും രാധമ്മയും കിടന്ന് തുള്ളുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് മാവേലി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് രാജുവിൻ്റെ വീട്ടിൽ മാത്രം വരുത്തിച്ച കളിയാണോ എന്നറിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് പ്രിയയും രാധമ്മയും ഇങ്ങനെ അപ്പുറത്തോട്ട് എത്തി നോക്കുന്നത് കാണാം. പക്ഷെ എന്ത് കുന്തവോ, പരിപാടിയൊക്കെ കഴിഞ്ഞു. രാത്രിയായി. രാജു താൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അവർ ഔട്ട് ഹൗസിലോട്ട് നോക്കുക. അവിടെ പ്രതാപനെയോ ആരെയോട്ട് വാതുക്ക കാണുന്നതുമില്ല.
രാജുവിനെയും ഹൃതിയെ ഒന്നിപ്പിച്ച് ആ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ വരുന്നുണ്ട്. രാജു പറയുന്നു, ഓണനിലാവ് ഇങ്ങനെ പരന്നൊഴുകുക, എനിക്ക് എന്റെ ഋതുവിനെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. രാജു ആഗ്രഹിച്ച പോലെ തന്റെ ഹൃതിയെ അകത്തുനിന്ന് ഇറങ്ങി പുറത്തു വന്ന് നിൽക്കുക. ഹായ് എന്നിങ്ങനെ രാജു കൈ കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് പാവം തോന്നുന്നു രണ്ടുപേരും ആ നോക്കി നിൽക്കുന്നത് കണ്ട. എന്തെല്ലാം ആഗ്രഹങ്ങളും മോഹങ്ങളും മനസ്സിൽ വെച്ചോണ്ടാണ് അവരിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നത്. അതും ഈ പൊന്നോണ തിരുനാളിൽ അവരൊന്നിച്ച് ജീവിക്കേണ്ടതല്ലേ. എന്തുകൊണ്ട് ഈ രാധമ്മ ഇത് മനസ്സിലാക്കുന്നില്ല? രാധമ്മ മകന്റെ സൗഭാഗ്യത്തിൽ ഞെളിഞ്ഞു കൊണ്ടാടുന്നല്ലോ. പക്ഷെ ഈ മകനൊരു നല്ല ജീവിതം കൊടുക്കണം, അവൻ സ്നേഹിക്കുന്ന അവൻ്റെ ഹൃതിയെ അവന് കൊടുക്കണമെന്നുള്ള ചിന്ത ഈ രാധമ്മയ്ക്ക് ഇനി എപ്പോൾ വരും? അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും ഹൃതിയെയും വീണ്ടും കണ്ടുമുട്ടുന്ന രാധമ്മ കണ്ടുപിടിക്കുമോ? ഇനി എന്തൊക്കെ ബഹളമാണ് രാധമ്മ ചെയ്യാൻ പോകുന്നത്? ഇതിനെല്ലാം ഒത്താശ പിടിച്ചുകൊണ്ട് ആ പ്രിയയും കൂട്ടിനുണ്ടാവും. പക്ഷെ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് രാജു ഹൃതിയെ സ്വന്തമാക്കുക തന്നെ ചെയ്യും. ഇനി ആ രോഷിനി ഹൃതിയക്കെതിരെ എന്തൊക്കെയാ കമ്പനിയിൽ കാട്ടിക്കൂട്ടും എന്നൊക്കെ അറിയാനായി നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.